ബിഗ് ബോസ് സീസൺ 6 ലൈവിനെ കുറിച്ചിട്ടല്ല, എപ്പിസോഡിലെ കാര്യങ്ങളുമല്ല. എപ്പിസോഡ് കണ്ടതിന് ശേഷം ഉടനെ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് വേറൊരു കാര്യമാണ്. സീസൺ 6 ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ആളുകളാണ് വൈൽഡ് കാർഡ്സ്. ഈ ആഴ്ച വൈൽഡ് കാർഡ്സ് കയറും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. 5ഓളം ആളുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പാമരന്മാർ പാടി നടക്കുന്നത് കേട്ടു. കുഴപ്പമില്ല, 5 ഉണ്ടെങ്കിലും 10 ഉണ്ടെങ്കിലും വലിയ സന്തോഷം. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ അമ്മാതിരി വെറുത്തിട്ടുണ്ട്. ഈ വൈൽഡ് കാർഡ്സ് കയറുന്ന സമയത്ത് ഒരു സാധാരണ പ്രേക്ഷകന് കുറേയധികം പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും. എക്സ്പെക്ടേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് എക്സ്പെക്ടേഷൻ? എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ആഗ്രഹം എന്ന് പറയുന്നത് മറ്റേ ജബ്രി ഗെയിം എങ്ങനെയെങ്കിലും ബ്രേക്ക് ചെയ്യണം. അത് മറ്റേ ഈ സദാചാരം പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് നിലവാരമില്ലാത്ത ആളുകൾ ബ്രേക്ക് ചെയ്യുന്നത് പോലെയല്ല ബ്രേക്ക് ചെയ്യേണ്ടത്. അതിന് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാളുകളുടെയും ഗെയിമർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യണം. ഇപ്പം ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാതെ ഒരു ഗെയിം പറ്റില്ല, അതിനുള്ള ഒരു കഴിവ് പ്രാപ്തി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അതേപോലെ ജാസ്മിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ജാസ്മിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗബ്രി അറ്റാക്ക് ചെയ്യാം. ഗബ്രി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ ഇടപെടുന്ന സമയത്ത് വൈൽഡ് കാർഡിൽ വരുന്ന വ്യക്തി ചോദിക്കുകയാണ്, ഞാൻ ഗബ്രിയോടാണ് സംസാരിക്കുന്നത്, ഗബ്രിക്ക് വായിൽ നാക്കില്ലേ, അല്ലെങ്കിൽ ഗബ്രിക്ക് ജാസ്മിനോടൊപ്പം പെർഫോം ചെയ്യാൻ പറ്റത്തില്ലേ, അല്ല എന്നുണ്ടെങ്കിൽ ഗബ്രിക്ക് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിവില്ല എന്ന് ജാസ്മിൻ ഉറപ്പുള്ളതുകൊണ്ടാണോ ഈ ഒരു ഗെയിം, ഈ ഇടയ്ക്ക് കയറിയിട്ടുള്ളൊരു ഗെയിം ഇവിടെ കാഴ്ചവെക്കുന്നത്? അതേപോലെ ജാസ്മിന് വേണ്ടി മാറി കൊടുക്കുന്നത് തനിക്ക് പറ്റാത്തതുകൊണ്ടാണോ എന്നൊക്കെ പച്ചയ്ക്ക് അങ്ങോട്ട് ചോദിക്കണം. ഇവരിങ്ങനെ ശക്തമായിട്ട് അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഗെയിം പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒന്ന് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇത് ഭയങ്കര കംഫർട്ടബിൾ അല്ലേ? ബാക്കിയുള്ള ഗെയിമേഴ്സ് എല്ലാം വേറെ ഏതോ ലോകത്തോടെ നടക്കുന്ന ആളുകൾ, ആരും ഒരു ഭീഷണിയല്ല ഇവർക്ക്. ഇവർ കൂട്ടുകാർ പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞൊരു മൂലക്കിരിക്കുന്നു. ഇവരുടെ വൈബിനനുസരിച്ച് പോലും ബാക്കിയുള്ള ആളുകൾ സെറ്റ് ആവുന്നില്ല. കാരണം എന്നാണ്? ഗെയിമിംഗ് വൈബ് അല്ല ഉള്ളത്, ഫ്രണ്ട്ഷിപ്പ് വൈബാണുള്ളത്, ആ ഒരു കോമ്പോടെ വൈബാണുള്ളത്. അവിടെ എപ്പോഴും ഈ ടിപ്പിക്കലായിട്ട് സഭ കൂടുന്ന സമയത്ത് 10 ആളുകൾ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അവരെപ്പോഴും ഒന്നിച്ചാണ്, അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ ഈ വ്യക്തിത്വത്തെ, ഗെയിമിലെ വ്യക്തിത്വത്തെ കാര്യമായി തന്നെ ചോദ്യം ചെയ്യണം. പിന്നീട് അടുത്തത് ജിൻഡോയുടെ ഗെയിം. രണ്ടുപേരും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാവുന്ന രണ്ടാളുകൾ, മിനിമം സംസാരിക്കാൻ അറിയാവുന്ന രണ്ടാളുകൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ജിൻഡോയുടെ ഗെയിമും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും താഴേക്ക് കിടക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോയ്ക്കുള്ളത് ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ആശാൻ മറ്റേ രേത്ത് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഇവിടുത്തെ മജോറിറ്റി പ്രേക്ഷകർ എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ്. പുള്ളി അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ കളിച്ചാൽ മതിടാ, ഇവിടെയൊക്കെ അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, പ്രേക്ഷകനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ലോ ക്വാളിറ്റി ഗെയിം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആ ഒരു കോൺഫിഡൻസ് തകർക്കാനായിട്ട് നല്ല പോയിന്റുകളുമായിട്ട് ചില ആളുകൾ ജിൻഡോയ്ക്ക് പുറകെ വേണം. ഇവർ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്നില്ല. ഇന്ന് രാവിലെ ഗ്യാസ് ഓപ്പൺ ചെയ്ത് വെച്ചു, പ്രശ്നമാക്കാൻ പറ്റുന്ന സംഗതിയാണ്. അതൊന്നും ഇവർ പ്രശ്നമാക്കിയില്ല. മറ്റേ ജിൻഡോയുടെ കൂട്ടും മറ്റേ ജെട്ടി പരിപാടിയൊക്കെയാണ് മെയിൻ ഡിസ്കഷൻസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജിൻഡോ സംസാരിക്കുമ്പം അയാളുടെ സംസ്കാരമില്ലായ്മ, അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവ്, സംസാരിച്ചിട്ടുള്ള പരിചയക്കുറവ് എല്ലാം പുറത്തേക്ക് വരാറുണ്ട്. അതൊക്കെ ചൂണ്ടണം. അതൊക്കെ ചൂണ്ടുന്ന സമയത്ത് പുള്ളി ഡൗൺ ആവും. ഇവരൊന്നും വലിയ കല്ല് പോലത്തെ മനുഷ്യന്മാരൊന്നും അല്ലല്ലോ. ഇവരൊന്നും അത്ര വലിയ സ്മാർട്ട് ഗെയിമേഴ്സ് ഒന്നുമല്ല. ഇപ്പം ജിൻഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ മസിൽ പിടിച്ച് ഇങ്ങനെ പാണ്ടിലോറിക്ക് ഫ്രണ്ടിൽ തവള നിൽക്കുന്ന പോലെ നിന്നിട്ട് അവസാനം പൊട്ടിക്കരയുന്ന ഒരു പാവമാണ്. അപ്പം ഈ ഒരു കോൺഫിഡൻസ് മാറ്റി കൊടുക്കണം. ജിൻഡോയുടെ ആ ഒരു കോപ്പി ഗെയിം ഉണ്ടല്ലോ, ജിൻഡോയുടെ ആ ഒരു കോപ്പി ഗെയിം ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ ആ ഒരു കോപ്പി ഗെയിമിൻ്റെ കോൺഫിഡൻസ് തീർത്തു കൊടുക്കാനായിട്ട് ആരെങ്കിലും വരണം. പിന്നീട് ആരുടെ ഗെയിമാണ് പൊട്ടി തകർന്ന് കാണേണ്ടത്? ഇതൊരു ക്രൂരന്മാരാണല്ലേ നമ്മൾ. ഓരോ ആളുകൾ ഒരു പ്രതീക്ഷയോടെയൊക്കെ ഗെയിം കളിക്കാൻ പോയിട്ട് നമ്മൾ ഇവരുടെ ഗെയിമൊക്കെ പൊട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. 2 ഇണക്കുരുവികൾ പിരിയാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഈ ശാപമൊക്കെ എവിടെ കൊണ്ട് തീർക്കും? എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പം ജാൻമണി പവറാണോ അതോ ക്യാപ്റ്റൻ ആണോ എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഈ ടാസ്ക് ലെറ്റർ വായിക്കാൻ അറിയില്ല, മലയാളം മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. അത് മലയാളം ബിഗ് ബോസിൽ അത്ര വലിയ സംഗതിയൊന്നുമല്ല. നമ്മൾ ഈ കുറച്ച് മലയാളമൊക്കെ സംസാരിക്കുന്ന ആൾക്കാരെ എല്ലാം റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിക്കാനായിട്ട് റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിഥി തൊഴിലാളി ചേട്ടന്മാരെ അങ്ങോട്ട് പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം അവർ മലയാളമൊക്കെ സംസാരിച്ച് അവർ ഈ നാട്ടിൽ താമസിക്കുന്ന അവരെയൊക്കെ കോമണേഴ്സ് ആയിട്ട് കൊണ്ടുപോവാം. ഇതിപ്പം മലയാളം വായിക്കാനും അറിയത്തില്ല, മര്യാദയ്ക്ക് സംസാരിക്കാനും അറിയത്തില്ല, എന്നിട്ട് അമ്മാതിരി പ്രിവിലേജസ് ആവശ്യപ്പെടുകയും ചെയ്യും. ജാൻമണിക്ക് ചായ വേണം, ജാൻമണിക്ക് സിഗരറ്റ് ഇല്ലാതെ പറ്റില്ല, ജാൻമണിക്ക് ചിട്ടയായിട്ടുള്ള കുത്തഴിഞ്ഞ ജീവിത ശൈലികളുണ്ട്. അപ്പോൾ ഈ ഒരു ജാൻമണിയുടെ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ടല്ലോ, ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ടും വളരെ ഈസിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തൊന്നും അത്ര നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ജാൻമണി ഭയങ്കരമായിട്ട് പുറത്തെ ക്രൗഡിനെ നോക്കി ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്.
ഇപ്പം വരുന്ന വൈൽഡ് കാർഡ്സ് ജാൻമണിയോട് വലിയ അടുപ്പത്തിന് പോകാതിരുന്നാൽ തന്നെ ജാൻമണി ഡൗൺ ആയി പോകും. കാരണം ജാൻമണിക്കൊക്കെ എന്ത് കോൺഫിഡൻസ് ആണ്. അവിടെയുള്ള എല്ലാ ആൾക്കാരും ഭരിച്ച് എന്തോ ഒരു പ്രിവിലേജ് അവരിങ്ങനെ നിർബന്ധമായിട്ട് പിടിച്ച് വാങ്ങുന്നുണ്ട് അവരുടെ അടുത്ത് നിന്ന്. അതുകൊണ്ട് തന്നെ ജാൻമണിയോട് ആരും ഒരു ഗെയിമൊന്നും കളിക്കില്ല. അപ്പോൾ ജാൻമണിയൊക്കെ ടാർഗറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഭയങ്കര സേഫാണ്. കാരണം അവരത്രയധികം വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ റസ്മിനൊക്കെ കംപ്ലീറ്റ് ഷോ ഓഫ് ആണ്. പവർ ടീം കൈകാര്യം ചെയ്യുന്ന ആ ഒരു അപ്രോച്ച് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ക്യാപ്റ്റൻ ചെയ്യുന്ന പണിയൊക്കെ റസ്മിൻ ചെയ്യും, എല്ലാ കാര്യങ്ങളിലും ഇടപെടും, എല്ലാ ആളുകൾക്കും ആനുകൂല്യങ്ങൾ വാരി വിതറും. ശരിക്കും റസ്മിനാണ് പീപ്പിൾ പ്ലീസർ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ ജിൻഡോ റസ്മിനെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ടല്ലേ റസ്മിൻ ജിൻഡോയ്ക്കെതിരെ കളിക്കുന്നത്. വേറെ ആർക്കെതിരെങ്കിലും റസ്മിൻ കളിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. റസ്മിൻ അദ്ദേഹത്തിൻ്റെ പവർ ഉപയോഗിച്ച് ബാക്കിയുള്ള ആളുകളെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം റസ്മിനെയും അങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗെയിമില്ല, തനിക്ക് ഗെയിമില്ല, തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയണം. കഴിഞ്ഞ തവണ മറ്റേ ചലഞ്ചേഴ്സായിട്ട് ഫിറോസൊക്കെ വന്ന സമയത്ത് അവരുടെ ഡീലുണ്ടായിരുന്നല്ലോ, വെറുതെ ഫുഡൊക്കെ അടിച്ചിരിക്കുകയല്ലേ എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ആരാണ്? പിന്നെ മെയിനായിട്ടുള്ള ടീം ആരാണ്? ഋഷിയൊക്കെ വയ്യാന്നുണ്ടെങ്കിൽ പറഞ്ഞ് വീട്ടിൽ വിടാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും വൈൽഡ് കാർഡ്സ് ചെയ്യണം. എന്തിനാണ് ആ ചെറുക്കൻ്റെ വിഷമം നമ്മൾ കാണണം? എനിക്ക് ചില സമയത്ത് വിഷമം തോന്നാറുണ്ട്. ആ പയ്യനെ ആൾക്കാർ നോമിനേറ്റ് ചെയ്യുന്നു, അവനെ ജയിലിൽ വിടാനായിട്ട് ശ്രമിക്കുന്നു, അവൻ്റെ ഗെയിമിൽ വന്നൊരു അഭിപ്രായങ്ങൾ പറയുന്നു. എത്ര നാളാണ് നമ്മൾ പാവപ്പെട്ട പ്രേക്ഷകർ ഈ വിഷമം കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മളെന്താ മനസാക്ഷി ഇല്ലാത്തവരാണ്? ആ പയ്യനൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടിൽ വിട്, കാരണം അവനും വല്ല പോയി സന്തോഷിച്ച് ജീവിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പുള്ളിയുടെ ഗെയിം കാണുന്ന സമയത്ത് തോന്നുന്നത്. പിന്നെ അൻസിബയൊന്നും നമുക്ക് പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ല. ഈസി ടാർഗറ്റ് നോറയാണ്, പക്ഷേ നോറയൊന്നും അധികം നിൽക്കില്ല. അതിപ്പം നോറ കളിച്ചാലും ആര് കളിച്ചാലും നോറ ഒരു സമയം കഴിയുമ്പോൾ പുറത്തേക്ക് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വല്ല മിറക്കൽ വല്ല സംഭവിക്കേണ്ടതുണ്ട്. ഇന്ന് തന്നെ നോറ ഒരു ദിവസം എത്ര തവണയാണ് ഈ കുറ്റവും കരച്ചിലും പരാതിയും പരിഭവമായിട്ടിരിക്കുന്നത്. നോറയും നമുക്കിങ്ങനെ വേദനിച്ച് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നോറയും എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്നുള്ളതാണ്. ഇത് തെറാപ്പി കൊടുക്കുന്ന സ്ഥലമൊന്നും അല്ലല്ലോ. തെറാപ്പി വേണ്ട ആൾക്കാരൊക്കെ ശരിക്കും ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇമോഷണൽ ബേർഡൻസ് ശരിക്കും ഒരു പ്രേക്ഷകൻ്റെയോ ഒരു ഷോയുടെയോ കണ്ടസ്റ്റൻസിൻ്റെയോ ബാധ്യതയാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ തന്നെ എടുക്കണം. ഇതിപ്പം ഫുള്ള് നെഗറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് ഇട്ട് കൊടുക്കുക. ആളുകൾ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യണോ, മനുഷ്യത്വം നോക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. മറ്റേ തോന്നിയാസം, തല്ലും അടിയും തെറി, അങ്ങനെയുള്ള തോന്നിയാസം, കുത്തിത്തിരിപ്പ്, ഇതിനോടൊക്കെ നമുക്ക് നിശ്ചിതമായിട്ട് എതിർക്കാമെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഗെയിം വേഴ്സസ് ഇമോഷൻസ് വരുമ്പോഴത്തേന് ഭയങ്കര ടഫാണ്. പിന്നെ ശ്രീരേഖയൊക്കെ എന്ത് ഗെയിമാണ്? ശ്രീരേഖ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല. വേറെന്തോ ഒരു മോഡിലേക്ക് പുള്ളിക്കാരി പോയി. എന്തോ ഒരു സ്വിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു മോഡ് ഓൺ ആക്കിയിട്ട് ഇപ്പോൾ വേറെന്തോ ഒരു മോഡിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. എനിക്കറിയില്ല. അതൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വലിയ മെനക്കേടായിരിക്കും. അതൊക്കെ തന്നെ പോണ ടീമിൽപ്പെട്ട ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉള്ളത് യമുന റാണിയൊക്കെ പിന്നെ എല്ലാ സീസണിലും ഉണ്ടാവുമല്ലോ ഒരു അടുക്കള ക്യാപ്റ്റൻ. അപ്പോൾ അടുക്കള ക്യാപ്റ്റൻ കുറച്ച് കഴിയുമ്പോഴത്തേന് ആളെണ്ണം കുറയും, ഭക്ഷണം അത്രയധികം വേണ്ട എന്നെല്ലാ ആളുകൾക്കും തോന്നുന്ന സമയത്ത്, ഈസിലി മാനേജബിൾ ആണ് എന്നെല്ലാ ആളുകളും പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. അത് അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ ഉള്ളത് മറ്റേ ശ്രീതു അർജുനൊക്കെയാണ്. ശ്രീതു അർജുൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിനിപ്പോൾ കോംബോ ഒക്കെ സൃഷ്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ലോല മനസ്കരെല്ലാം കൂടെ അവരെ സപ്പോർട്ട് ചെയ്തവിടെ നിലനിർത്തും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ തോന്നിയ ആളുകൾ. നിങ്ങളുടെ വൈൽഡ് കാർഡ്സ് വരുമ്പോഴുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. എപ്പിസോഡ് റിവ്യൂമായി ഉടനെ തന്നെ കാണാം. നന്ദി.